വലതുപക്ഷം പലപ്പോഴും ചെയ്യുന്നതും ഇഫക്റ്റീവ്ലി കോൺഷ്യസ് ആയി ജാതി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തും. ഇപ്പം നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ OBC നേതാവെന്ന് പൊസിഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വേണമെങ്കിൽ പണ്ട് ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ തേലി കമ്മ്യൂണിറ്റിയെ പിന്നീട് ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മാറ്റും. പക്ഷേ അടിസ്ഥാനപരമായ നരേന്ദ്രമോദി ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ OBC നേതാവെന്ന് പറയുമ്പോൾ അല്ലാന്ന് പറയാനുള്ള ആർഗ്യുമെന്റ്സ് ആൾക്കാർ കിട്ടില്ല. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ നരേന്ദ്രമോദിക്ക് വന്നപ്പം പരസ്യമായി തന്നെ പറഞ്ഞില്ലേ, കണ്ട് വെളുത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ആളല്ലാന്ന് തോന്നി, പക്ഷെ പിന്നീട് നമ്മുടെ ആളാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ സോഷ്യൽ ഒറ്റ സെക്കൻഡ് രാഹുൽ, നേരത്തെ കണക്കുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ വന്നുകൊണ്ട് അത് അങ്ങനെ ചെയ്തുകൂടല്ലോ പ്രേക്ഷകരോട്. 10 അജ്ഞാത പാർട്ടികൾ 4300 കോടി ആണ് വന്നിരിക്കുന്നത്. 10 അജ്ഞാത പാർട്ടികൾക്ക് 2019 മുതൽ 2024 വരെയുള്ള കാലത്ത്. ഒറ്റ സെക്കൻഡ്, 4300 കോടി രൂപ. 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019, 2024 ലോക്സഭ, 2022 നിയമസഭ. ഈ പാർട്ടികൾ ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളെ. ലഭിച്ചത് 54,069 വോട്ട്. ഇനി ഇതിനുശേഷം ഈ 10 പാർട്ടികൾക്ക് വൻതുക ലഭിച്ചു എന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ റിപ്പോർട്ടിലാണ് ഉള്ളത്. സ്വാധീനമില്ലാത്ത പാർട്ടികളാണെന്നുണ്ട്. ഈ പാർട്ടികൾ ആകെ ചെലവഴിച്ചത് 39.02 ലക്ഷം രൂപ. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 3500 കോടി ചെലവഴിച്ചു. ശരി രാഹുൽ, പറഞ്ഞോളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, 39 ലക്ഷം രൂപ എന്ന പത്രത്തിൽ വായിച്ച എന്റെ ഓർമ്മ. അപ്പൊ ഇതിന്റെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന റിയാലിറ്റിയാണ്. ഞാൻ പെട്ടെന്ന് കുഞ്ഞിക്കണ്ണൻ സാറിനെ വിമർശിക്കാതെ പറയാം. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ എനിക്ക് പോലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ മുസ്ലിങ്ങളെ പറയുമ്പോൾ വേദന തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങോട്ട് ചെന്ന് അത് സരസ്വതി വിലാസമാണെന്നും വെള്ളാപ്പള്ളി വേറെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് ആ ഈഴവ വോട്ട് പോണ്ടെന്ന് വെച്ചല്ലേ, അല്ലാതെ മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും അല്ലല്ലോ. ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി കുറെ കൂടെ അറിഞ്ഞ് ഓണസ്റ്റ്ലി സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ മതി. കോൺഗ്രസ് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും ബ്രാഹ്മിൺ, ദളിത്, മുസ്ലിം ഐക്യം 87 ഇടതുപക്ഷ മന്ത്രിസഭ വന്നതിന്റെ ചരിത്രം അങ്ങേക്ക് അറിയാമല്ലോ. പള്ളിക്കാരെയും പട്ടക്കാരനെയും എല്ലാം ഒഴിവാക്കി നിർത്തി അല്ലേ കയറ്റി. ഇടതുമുന്നണിയിൽ അന്ന് സമ്പൂർണ്ണ മതേതര മുന്നണി എന്ന നിലയിൽ തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്, വിജയിക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കയറ്റി പറഞ്ഞെടുത്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ബീഹാറിലെ ജനത ഇന്ത്യയെ തിരുത്തിയിട്ടുള്ള ജനതയാണ്. ഈ 16 ദിവസം എന്ന് പറയുന്നത് അവരെ അതിന് ഒരിക്കൽ കൂടി പരുവപ്പെടുത്തുന്ന കാലമായി മാറും എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെ